ചെറിയ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളാണ് ഒരുപാട്. അത് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ആണ് ഭഗവാൻ എന്ന് പറയുന്നത്. എന്റെ സൂപ്പർ സീനിയർ ആയിരുന്നു കോളേജിൽ എന്റെ ഹസ്ബൻഡ്. അപ്പം ഞങ്ങള് ഒരാൾ കോഴിക്കോട്, ഒരാൾ ട്രിവാൻഡ്രം ആണ്. അപ്പം ഞങ്ങൾ മനസ്സിലിങ്ങനെ വിചാരിച്ചു, ഞങ്ങളുടെ കല്യാണമൊക്കെ വീട്ടുകാരെല്ലാം സമ്മതിക്കുക ആണെങ്കിൽ ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താം. അങ്ങനെ ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു വിവാഹം. അതേണക്കെ ഒരു മകനെ തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം അതേപോലെ തന്നെ നമ്മള് കൃഷ്ണന്റെ എന്നല്ല, നമ്മൾക്ക് വേറൊരു പ്രതിസന്ധി ഘട്ടത്തില് നമ്മൾ ഭഗവാൻ വിളിക്കുക, ആരെങ്കിലും നമുക്ക് അവിടെ കൂടെ ഹെൽപ്പ് തരും. അതാണ്, അല്ല ഭഗവാൻ അയച്ചു വരുമെന്നല്ല, ആ ഭഗവാൻ തന്നെ ഒരു കൃപ കൊണ്ട് ആരെങ്കിലും നമ്മുടെ ക്രൈസിസ് നമുക്ക് കടത്തി തരും. എന്റെ മോളൊക്കെ ഒരിക്കൽ ട്രെയിനിൽ പോയിട്ട് അനുഭവം ഉണ്ടായി. ടൈം മാറിപ്പോയി. അന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കാറിന്റെ ടയർ പഞ്ചറായി. അതിനിടയ്ക്ക് ഞങ്ങൾ ഒരാളെ സഹായിക്കും ചെയ്തു. തിരിച്ചു പോകുന്ന വഴിക്ക് ATM എടുക്കാന്ന് വെച്ചാൽ കയ്യിലുള്ള പൈസ അവിടെ സ്പെൻഡ് ചെയ്തു. പേഴ്സ് മിസ്സായി. കാറ് ടയർ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മള് പേഴ്സും എല്ലാം കൂടെ പോക്കറ്റിൽ നിന്ന് ഹസ്ബൻഡ് താഴെ വീണു. അപ്പൊ അതും മണ്ണില് പോയി. ഞങ്ങളുടെ കയ്യിൽ ലിറ്ററലി ഒരു കുട്ടിയുണ്ട്, ഞാനും ഹസ്ബൻഡും ഉണ്ട്. രാത്രി ടിക്കറ്റ് ഇല്ലാത്ത ട്രെയിനും. നമ്മളെ ഇംഗ്ലണ്ട് കൃഷ്ണ പറഞ്ഞിട്ട് കൃഷ്ണ ഭക്തന്റെ ഒരു 4 ലക്ഷം ഭക്തരുള്ള ഒരു കൂട്ടായ്മയാണ്. അപ്പൊ എന്തെങ്കിലും എല്ലാം നല്ല അനുഭവങ്ങളാ, പ്രത്യേകിച്ചൊന്നും പറയണില്ല. കണ്ണു നിറയുമ്പോ മനസ്സിലാവണേ. പിന്നെ എന്റെ കല്യാണം ഇവിടെ വെച്ചിട്ടാണ് നടന്നത്. ഞങ്ങളുടെ മകനെ അനന്തകൃഷ്ണൻ എന്നാണ് അവന് പേര് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഒരുപാട് അനുഭവങ്ങളാണ്. അതൊരു ചെറിയ ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു അനുഭവങ്ങളാണ് ഒരുപാട്. അത് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ആണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പം ഓരോ ദിവസവും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നമ്മുടെ കൂടെയുള്ള ഒരു ഇമോഷനാണോ, ഒരു വിശ്വാസമാണ്, ഇതെല്ലാമാണ്. അതാണ് ഭഗവാൻ കൂടെ ഉണ്ട്. അനുഭവം എന്ന് വെച്ചാൽ നമ്മള് കൃഷ്ണന്റെ എന്നല്ല, നമ്മൾക്ക് വേറൊരു പ്രതിസന്ധി ഘട്ടത്തില് നമ്മൾ ഭഗവാൻ വിളിക്കുക, ആരെങ്കിലും നമുക്ക് അവിടെ കൂടെ ഹെൽപ്പ് തരും. അതാണ്, അല്ല ഭഗവാൻ അയച്ചു വരുമെന്നല്ല, ആ ഭഗവാൻ തന്നെ ഒരു കൃപ കൊണ്ട് ആരെങ്കിലും നമ്മുടെ ക്രൈസിസ് നമുക്ക് കടത്തി തരും. എന്റെ മോളൊക്കെ ഒരിക്കൽ ട്രെയിനിൽ പോയിട്ട് അനുഭവം ഉണ്ടായി. അവളുടെ ടിക്കറ്റ് ബുക്ക് ചെയ്തത് തലേ ദിവസമായി പോയി. അതായത് രാത്രി 12:05 ട്രെയിനാണ്. അവര് കേറിയപ്പോ അറിയുന്നത് അവരുടെ ടിക്കറ്റ് തലേ ദിവസമായിരുന്നു. ടൈം മാറിപ്പോയി. അന്ന് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളുടെ കാറിന്റെ ടയർ പഞ്ചറായി. അതിനിടയ്ക്ക് ഞങ്ങൾ ഒരാളെ സഹായിക്കും ചെയ്തു. തിരിച്ചു പോകുന്ന വഴിക്ക് ATM എടുക്കാന്ന് വെച്ചാൽ കയ്യിലുള്ള പൈസ അവിടെ സ്പെൻഡ് ചെയ്തു. പേഴ്സ് മിസ്സായി. കാറ് ടയർ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മള് പേഴ്സും എല്ലാം കൂടെ പോക്കറ്റിൽ നിന്ന് ഹസ്ബൻഡ് താഴെ വീണു. അപ്പൊ അതും മണ്ണില് പോയി. ഞങ്ങളുടെ കയ്യിൽ ലിറ്ററലി ഒരു കുട്ടിയുണ്ട്, ഞാനും ഹസ്ബൻഡും ഉണ്ട്. രാത്രി ടിക്കറ്റ് ഇല്ലാത്ത ട്രെയിനും. ഞങ്ങൾക്കത് മനസ്സിലായിട്ടുമില്ല. ഞങ്ങള് ട്രെയിനിൽ കയറി, AC ആയിരുന്നു കോച്ച്. അവിടെ ഉറങ്ങിക്കിടന്ന ഞങ്ങളുടെ പഴയ നമ്പറിൽ എഴുന്നേക്കാൻ പറഞ്ഞു. അയാളും വളരെ കൺവീനിയന്റ് ആയിട്ട്, അയ്യോ ഇത് നിങ്ങളുടെ കഴിഞ്ഞ PNR തോന്നുന്നു, മോർണിംഗ് പോയ ട്രെയിനായത്, രാത്രിത്തെ ട്രെയിൻ അല്ല അത്. പിന്നെ എവിടുന്നറിയില്ല ഈ 2000 രൂപ, അതും ഒരു 10 years ബാക്കാ. ഇന്നത്തെ പോലെ ഫോൺ പേ അങ്ങനത്തെ പരിപാടി ഒന്നും തുടങ്ങിയിട്ടില്ല. എവിടുന്നറിയില്ല. 2000 റുപ്പീസ് ഒക്കെ ഇപ്പൊ 2000 വിലയില്ല, 200. പക്ഷെ അന്ന് കുറച്ചും കൂടെ വിലയുണ്ട്. എവിടുന്നറിയില്ല 2000 റുപ്പീസ്. നമ്മളെ കൺസോൾ ചെയ്യണു. രാത്രി 12 മണിക്ക് ഉറങ്ങിക്കിടന്നവരെല്ലാം എഴുന്നേറ്റ് TTയോട് സംസാരിക്കണു. ഞങ്ങൾക്ക് സീറ്റ് അറിഞ്ഞു. ആ പൈസ അവർക്ക് തിരിച്ച് എങ്ങനെ കൊടുക്കുന്നുള്ള നമ്മൾ അക്കൗണ്ട് നമ്പർ ചോദിച്ച് ഞങ്ങൾ തിരിച്ച് ട്രിച്ചിക്കാ പോകുന്നത്. ഞങ്ങള് ട്രിച്ചിയിലെത്തി നമ്മൾ അവിടെ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തത്. അതൊക്കെ ചിലപ്പോ അതൊക്കെ നമുക്ക് ആകെ വിളിക്കാവുന്ന ഗുരുവായൂരപ്പൻ കൃഷ്ണനെ വിളിക്കാൻ പറ്റും. അതൊക്കെ ഇന്നത്തെ ഒരു അനുഭവം എല്ലാം. അതൊരു ഭയങ്കര അനുഭവമല്ലേ. നൈറ്റില്ല, നിങ്ങൾ നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഈ നൈറ്റ് കൊച്ചിനെ കൊണ്ട് എന്ത് ചെയ്യും. പുള്ളിയുടെ ഹസ്ബൻഡ് ബാങ്കിലാണ്. അപ്പൊ അതുകൊണ്ട് ചെറിയ ട്രാൻസാക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അയാൾക്ക് കുറച്ച് പൈസ കൊടുത്തു. എന്നിട്ട് പുള്ളി പറഞ്ഞു, വേണ്ട നിങ്ങൾ റിലാക്സ് ചെയ്തു, നിങ്ങൾ അവിടെ പോയിട്ട് തിരിച്ചയച്ചു തന്നാൽ. അങ്ങനെയൊക്കെ ഒരു മനുഷ്യൻ പറഞ്ഞേ, നമുക്ക് പൈസ ഹെൽപ്പ് ചെയ്യണം. ഒരാൾ 1000 എടുത്തത് കാരണം AC ആണ്. നമ്മള് ഇമ്മീഡിയറ്റ് ടിക്കറ്റ് പെനാൽറ്റി ഉൾപ്പെടെ നമുക്ക് തരുന്നത്. നമ്മളെ വിശ്വസിക്കണം എന്നില്ലല്ലോ. അറിയാത്ത ആൾക്കാരെ ആകെ കൃഷ്ണനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. അങ്ങനെയൊന്നും കൈവിടില്ല. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഫോണ് ഇതെല്ലാം കൊറിയർ ചെയ്ത് വരുന്നത്. പേഴ്സ്, ഫോണ് ഇതെല്ലാം. കാരണം പേഴ്സ് പോക്കറ്റിൽ നിന്ന് പോയി. തിരിച്ചു കിട്ടി. ശ്രദ്ധിച്ചില്ല. എത്തിയപ്പോഴാണ് ഫോൺ കാണാൻ, പേഴ്സ് കാണാൻ.
ഇവിടെ ഞങ്ങൾ തിരിച്ച് ഇവരെ വിട്ടിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് ഓൺ ദ വേയിൽ വെച്ചിട്ട് ഞാൻ ആ കാർ നന്നാക്കിയ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. രാത്രി 12 മണിയായിട്ടോ. അപ്പോൾ ആ ഫോൺ കമന്ന് കിടന്നോണ്ട് ആരും എടുത്തോണ്ടും പോയില്ല. പക്ഷെ ഗ്ലാസ് ഒക്കെ പൊട്ടി, വണ്ടികളൊക്കെ കയറിയിട്ടൊക്കെ. അപ്പൊ അത് ശരിക്കും നമ്മുടെ ഭഗവാൻ തന്നുണ്ട്, ഭഗവാന്റെ അനുഗ്രഹം തന്നെയാണ്. നമ്മൾക്ക് വിശ്വാസമല്ലേ നമ്മൾ ഈ പുലർച്ചെ 2 മണിക്ക് കഴിച്ച് അവിടെ പോയത്. അതെ അതെ അതെ, ഇത്രയും ഭക്തജനങ്ങൾ ആ ഒരു വിശ്വാസത്തിന്റെ മേലെ ജീവിക്കണം. അതെ കൂടെ ഉണ്ട്. ഗുരുവായൂരത്താണ് വീട്. അതെ, നിങ്ങളുടെ ഈ ഒരു ഇത് സക്സസ് ആവട്ടെ. കാരണം ഇന്നത്തെ കാലത്ത് യങ്സ്റ്റേഴ്സ് നമ്മുടെ മൈഗ്രേറ്റ് ചെയ്ത് പോവാണ് പല രാജ്യങ്ങളിലേക്കും ജോലിയുടെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സംരംഭം നല്ലൊരു വിജയമായി മാറട്ടെ. വിഷിംഗ് യു ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ശരി, കാണാം. ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും കഥകളും എത്ര പറഞ്ഞാലും തീരില്ല. അത്രത്തോളം ഉണ്ട് ഭഗവാന്റെ മഹത്വങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ഈ അനുഭവ കഥകൾ? എല്ലാ ഭക്തർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. കൂടുതലായും ഗുരുവായൂരപ്പനിലേക്ക്, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കണ്ണനിലേക്ക് നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് വന്ന് ഞങ്ങൾ കരുതുകയാണ്. ഭക്തജനങ്ങളുടെ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അതെന്തു തന്നെയായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കണ്ട കേട്ടോ. ഒരു കാരണവശാലും മടിക്കരുത്. ഇനിയിപ്പോൾ ഒന്നും എഴുതാനില്ല എങ്കിൽ പോലും ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊള്ളുക. നിങ്ങൾക്കും ഇതേപോലെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, കൃഷ്ണാനുഭവങ്ങളോ ആരാധിക്കുന്ന മൂർത്തികളുമായിട്ട് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും നമ്മുടെ ഒഫീഷ്യൽ നമ്പറില്ലേ, അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. അനുഭവങ്ങൾ ഞങ്ങൾ തീർച്ചയായും വായിക്കുന്നതാണ്. നമ്മുടെ ചാനലിലും അല്ലെങ്കിൽ വാട്സപ്പ് കൂട്ടായ്മയിലും ഒക്കെ ഇടുന്നതായിരിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ മറ്റുള്ള ഭക്തജനങ്ങൾക്കും ഒരു അനുഭൂതിയാണല്ലോ, അല്ലെങ്കിൽ അവർക്കും കൂടുതലായും ഭഗവാനിലേക്ക് അടുക്കുവാനുള്ള അവസരമാണ് ഇതുവഴി ഭക്തരൊരുക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും മടിക്കേണ്ട. നിങ്ങളുടെ അനുഭവ കഥകൾ തീർച്ചയായും എഴുതി അറിയിച്ചു കൊള്ളുക. ശരി, അപ്പോൾ വേറെ ഒന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതേപോലെയുള്ള കൃഷ്ണാനുഭവങ്ങളും വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാ ഭക്തരെയും 2 കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കാണാം, പകലാം. നന്ദി, നമസ്കാരം.